25-ാം ദിവസം റോസാ മിസ്റ്റിക്ക മാതാവ്. പരിശുദ്ധ കന്യകാമറിയം ഒരു പ്രത്യേക രീതിയിൽ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മനുഷ്യവർഗത്തിന് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1830 സെയിൻറ്റ് കാതറിൻ ലബോറയ്ക്ക് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് മരിയൻ യുഗം ആരംഭിച്ചത്. അവർക്ക് അത്ഭുത മെഡൽ വെളിപ്പെടുത്തി. ആ പ്രത്യക്ഷീകരണങ്ങളിലൂടെയാണ് പരിശുദ്ധയമ്മ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ സമ്മാനങ്ങളിലൊന്ന് സഭയ്ക്ക് നൽകിയത്. ആ നിമിഷം മുതൽ നമ്മെ സഹായിക്കാനും മുന്നറിയിപ്പ് നൽകാനും തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനും ഈശോയുടെ രണ്ടാം വരവിന് മുന്നോടിയായി നമ്മെ ഒരുക്കാനും വേണ്ടി പരിശുദ്ധയമ്മ വീണ്ടും വീണ്ടും നമ്മെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു. അത്ഭുത മെഡലിന് ശേഷം സംഭവിച്ച ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും ലൂർദ്, പോൺവെയിൻ, ബനോക്സ്, ബ്യൂറൻ, ലാസ്ലൈറ്റ്, ഫാത്തിമ ഇവിടെയൊക്കെ പരിശുദ്ധയമ്മ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും പരിഹാരത്തിനും വേണ്ടി എങ്ങനെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. മോണ്ടിഷ്യാരിയിൽ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ മക്കളെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കി വിളിക്കാൻ വന്നു. എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ അവൾ ഈ സന്ദേശം ജീവസുറ്റതാക്കി. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം ഇതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദേശങ്ങളുടെ അടയാളവും താക്കോലും, അതായത് മിസ്റ്റിക്കൽ റോസ്. അവളിൽ അർപ്പിതരായ എല്ലാവർക്കും സഞ്ചരിക്കാൻ ഒരു പാതയുണ്ട്. നമ്മുടെ അമ്മ അടയാളപ്പെടുത്തിയ പാത. മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കുന്നതിൻ്റെ പാതയാണിത്. പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്കുള്ള പാത. മോണ്ടിഷ്യാരിയിൽ റോസാ മിസ്റ്റിക്ക ആയി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഫോണ്ടനെല്ലെ എന്ന നഗരത്തിൻ്റെ പ്രാന്തപ്രദേശവും മോണ്ടിഷ്യാരിയും വടക്കൻ ഇറ്റലിയിലെ ഒരു ചെറിയ പട്ടണമാണ്. ബിഷപ്പിൻ്റെ പട്ടണമായ ബ്രസീലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണിത്. പോ നദിയുടെ ഫലഭൂയിഷ്ഠമായ സമതലത്തിൽ ഇറ്റാലിയൻ ആൽപ്സിന് മുൻപിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഈ പേരിൻ്റെ അർത്ഥം ബ്രൈറ്റ് പർവ്വതനിരകൾ എന്നാണ്. ഒരു കുന്നിൻ മുകളിലാണ് പരിശുദ്ധ മറിയത്തിൻ്റെ പഴയ കോട്ടയും സാൻ പാൻക്രസിയോയിലെ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ആദ്യ ദർശനം 1911 ഓഗസ്റ്റ് 3 മോണ്ടിഷ്യാരിയിൽ ജനിച്ച പിയറിന ഗില്ലി അവിടെ ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു. 1947 ഒരു വസന്തകാലത്ത് ആശുപത്രിയിലെ ഒരു മുറിയിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട അമ്മ ആദ്യമായി അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. സുന്ദരിയായ ഒരു സ്ത്രീയായ പരിശുദ്ധ അമ്മ വയലറ്റ് വസ്ത്രവും തലയിൽ വെളുത്ത മൂടുപടവും ധരിച്ചിരുന്നു. അവൾ വളരെ ദുഃഖിതയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീർ തറയിലേക്ക് വീണു. 3 വലിയ വാളുകൾ അവളുടെ നെഞ്ചിൽ തുളച്ചു കയറി. പരിശുദ്ധ അമ്മ പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു നിശബ്ദയായി. രണ്ടാം പ്രത്യക്ഷീകരണം 1947 ജൂൺ 13 ഞായറാഴ്ച പുലർച്ചെ പരിശുദ്ധ അമ്മ വീണ്ടും ആശുപത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവർ വെള്ള വസ്ത്രം ധരിച്ചിരുന്നു. 3 വാളുകൾക്ക് പകരം 3 റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. ഒരു വെള്ള, ഒരു ചുവപ്പ്, ഒരു സ്വർണ്ണ നിറം. പിയറിന ഗില്ലി അവരോട് ചോദിച്ചു, ദയവായി നിങ്ങൾ ആരാണെന്ന് എന്നോട് പറയൂ. നാഥ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അമ്മയും നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ്. അവൾ തുടർന്നു, എല്ലാ സഭാസ്ഥാപനങ്ങൾക്കും സന്യാസ വിഭാഗങ്ങൾക്കും പുരോഹിതന്മാർക്കും ഒരു പുതിയ മരിയൻ ഭക്തി കൊണ്ടുവരാൻ നമ്മുടെ കർത്താവ് എന്നെ അയക്കുന്നു. ഈ പ്രത്യേക രീതിയിൽ എന്നെ വണങ്ങുന്ന ആ സഭാസ്ഥാപനങ്ങൾക്കും സന്യാസ വിഭാഗങ്ങൾക്കും പുരോഹിതന്മാർക്കും എൻ്റെ പ്രത്യേക സംരക്ഷണം, ദൈവവിളികളിൽ വർധനവ്, വഞ്ചിക്കപ്പെട്ട വിളികളിൽ കുറവ്, ദൈവദാസന്മാർക്കിടയിൽ വലിയ പവിത്രത എന്നിവ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ മാസത്തിലെയും 13-ാം തീയതി പരിശുദ്ധ മറിയത്തിൻ്റെ ദിനമായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടു മുമ്പുള്ള 12 ദിവസങ്ങളിൽ ഒരുക്കത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലണം. വളരെ സന്തോഷത്തോടെ അവൾ തുടർന്നു, ഈ ദിവസം എന്നെ ഈ രീതിയിൽ ആദരിച്ച ഈ സന്യാസ സമൂഹങ്ങൾക്കും സഭാംഗങ്ങൾക്കും പുരോഹിതന്മാർക്കും ഞാൻ അതിരറ്റ കൃപകളുടെയും മഹത്തായ പവിത്രതയുടെയും ഒരു സമൃദ്ധി അയക്കും. എല്ലാ വർഷവും ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്കയുടെ, അതായത് മിസ്റ്റിക്കൽ റോസിൻ്റെ ബഹുമാനാർത്ഥം ആഘോഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് പിയറിനെ ചോദിച്ചു. മാതാവ് മറുപടി പറഞ്ഞു, ഏറ്റവും പ്രകടമായ അത്ഭുതം കുറച്ചു കാലത്തേക്ക്, പ്രത്യേകിച്ച് അവസാന യുദ്ധകാലത്ത് മന്ദതയിലായിത്തീർന്ന ദൈവികാത്മാക്കളായിരിക്കും.
അവർ അവിശ്വസ്തരായി അല്ലെങ്കിൽ അവരുടെ വിളിയെ വഞ്ചിച്ച് നമ്മുടെ കർത്താവിനെ ഗുരുതരമായി വ്രണപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും. അവരുടെ വലിയ കുറ്റകൃത്യങ്ങളാൽ അവർ സഭയുടെ മേൽ ശിക്ഷയും പീഡനവും കൊണ്ടുവന്നു, നമ്മുടെ ഈ നാളുകളിൽ നാം അനുഭവിക്കുന്നത് പോലെ. എന്നാൽ അവരുടെ വിശുദ്ധ സ്ഥാപകരുടെ യഥാർത്ഥ ചൈതന്യം വീണ്ടും പൂക്കും. ഈ വാക്കുകളോടെ സംഭാഷണം അവസാനിച്ചു. നമ്മുടെ നാഥ പിയറിനിക്ക് 3 വാളുകളുടെയും 3 റോസാപ്പൂക്കളുടെയും അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. വളരെ ഗൗരവമായി എടുക്കേണ്ട വിശദീകരണം. ആദ്യത്തെ വാളെന്നാൽ പുരോഹിതൻ അല്ലെങ്കിൽ സന്യാസി എന്ന നിലയിലുള്ള വിലയുടെ നഷ്ടമാണ്. രണ്ടാമത്തെ വാളെന്നാൽ മാരക പാപത്തിൽ ജീവിക്കുന്ന പുരോഹിതന്മാർ, സന്യാസികൾ, കന്യാസ്ത്രീകൾ എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്നു. മൂന്നാമത്തെ വാൾ യൂദാസിന്റെ രാജ്യദ്രോഹം ചെയ്യുന്ന പുരോഹിതന്മാരെയും സന്യാസികളെയും സൂചിപ്പിക്കുന്നു. അവർ അവരുടെ വിളിയെ ഉപേക്ഷിക്കുമ്പോൾ അവർ പലപ്പോഴും അവരുടെ വിശ്വാസവും നിത്യസൗഭാഗ്യവും നഷ്ടപ്പെടുത്തുകയും സഭയുടെ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു. വെളുത്ത റോസാപ്പൂവ് പ്രാർത്ഥനയുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. ചുവന്ന റോസാപ്പൂവ് പരിഹാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാവിനെ സൂചിപ്പിക്കുന്നു. മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണ റോസാപ്പൂവ് പ്രായശ്ചിത്തത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. 1947 ഒക്ടോബർ 22 മൂന്നാം പ്രത്യക്ഷീകരണം. മോണ്ടിഷിയാരിയിലെ ആശുപത്രിയിലെ ചാപ്പലയിൽ ആരാധനയ്ക്കിടെ പരിശുദ്ധയമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആശുപത്രിയിലെ നിരവധി ജീവനക്കാരും ചില ഡോക്ടർമാരും പട്ടണത്തിൽ നിന്നുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. താൻ ശുപാർശ ചെയ്ത ഭക്തിയുടെ സാക്ഷാത്കാരത്തിനായി മാതാവ് അപേക്ഷിച്ചു. മറ്റു കാര്യങ്ങൾക്കൊപ്പം പറഞ്ഞു, തുടർച്ചയായ കുറ്റകൃത്യങ്ങളിൽ മടുത്ത എൻ്റെ ദിവ്യപുത്രൻ അവൻ്റെ നീതിക്കനുസൃതമായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അവനും മനുഷ്യവംശത്തിനുമിടയിൽ, പ്രത്യേകിച്ച് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾക്കുമിടയിൽ ഒരു മധ്യസ്ഥയായി എന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും പേരിൽ പിയറിന അതിന് നന്ദി പറഞ്ഞു. വിവിധയാമോ എന്ന മനോഹരമായ ചിന്തയോടെ പിയറിനയെ ഓർത്ത് പരിശുദ്ധയമ്മ വിടവാങ്ങി. അതായത് സ്നേഹത്തിനായി ജീവിക്കുക. 1947 നവംബർ 16 നാലാമത്തെ പ്രത്യക്ഷീകരണം. മോണ്ടിഷിയാരിയിലെ ഇടവകപ്പള്ളിയിൽ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നാഥ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടു. അവരിൽ നിരവധി പുരോഹിതരും ഉൾപ്പെടുന്നു. മറ്റു കാര്യങ്ങൾക്കൊപ്പം അവൾ പറഞ്ഞു, നമ്മുടെ കർത്താവ് എൻ്റെ ദിവ്യപുത്രൻ നിരവധി കുറ്റകൃത്യങ്ങളാലും കഠിനമായ പാപങ്ങളാലും വിശുദ്ധിക്കെതിരായ പാപത്താലും മടുത്തിരിക്കുന്നു. ഇവിടെ അവൾ നിർത്തി. തുടർന്ന് പറഞ്ഞു, അവൻ മറ്റൊരു ശിക്ഷാപ്രവാഹം അയക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ വീണ്ടും കരുണ കാണിക്കേണ്ടതിന് ഞാൻ മധ്യസ്ഥത വഹിച്ചിരിക്കുന്നു. അതിനാൽ ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനയും അനുതാപവും ഞാൻ യാചിക്കുന്നു. ഞങ്ങൾ തയ്യാറാണെന്ന് പിയറിന് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് അവൾ സമ്മതം നൽകി. സംഭാഷണം തുടർന്നു. ഇനി ഈ പാപങ്ങൾ ചെയ്യരുതെന്ന് സ്നേഹത്തോടെ ജനങ്ങളെ ഉപദേശിക്കാൻ ഞാൻ പുരോഹിതന്മാരോട് അഭ്യർത്ഥിക്കുന്നു. പിയറിന് ചോദിച്ചു, അപ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കുമോ? പിയറിനിക്ക് മറുപടി കൊടുത്തു, അതെ, ഇനി ആരും അവ ചെയ്യാത്തിടത്തോളം. ഈ വാക്കുകളോടെ പരിശുദ്ധയമ്മ അപ്രത്യക്ഷയായി. 1947 നവംബർ 22 അഞ്ചാം പ്രത്യക്ഷീകരണം. ഇടവകപ്പള്ളിയിൽ നിരവധി പേരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നാഥ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അവൾ പിയറിന ഗില്ലിയോട് പള്ളിയുടെ മധ്യഭാഗത്ത് കൃത്യമായി താഴികക്കുടത്തിനടിയിൽ നാവുകൊണ്ട് തറയിൽ 4 കുരിശുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു അപമാനകരമായ പ്രായശ്ചിത്ത പ്രവൃത്തി. പിന്നീട് അവൾ കുരിശുകളിൽ ഇറങ്ങി പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു, കാരണം ഇവിടെയാണ് വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. അല്പം സങ്കടത്തോടെ പരിശുദ്ധയമ്മ തുടർന്നു, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇറ്റാലിയൻ ജനതയിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ കർത്താവായ എൻ്റെ ദിവ്യപുത്രനായ യേശുവിനെ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ വഴി ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തുന്നു. അതിനാൽ കർത്താവ് പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം ഇവ ആവശ്യപ്പെടുന്നു. പിയറിന് ചോദിച്ചു, പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനുമുള്ള നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ നാഥ സൗമ്യമായി മറുപടി പറഞ്ഞു, പ്രാർത്ഥന. ഇവിടെ അവൾ കുറച്ച് നിമിഷങ്ങൾ മൗനമായി നിന്ന് തുടർന്നു. മാനസാന്തരം എന്നാൽ ദൈനംദിന ചെറിയ കുരിശുകൾ സ്വീകരിക്കുകയും അനുതാപത്തിൻ്റെ ആത്മാവിൽ ഒരാളുടെ പ്രവൃത്തി ചെയ്യുക എന്നതാണ്. അവളുടെ എല്ലാ മഹത്വത്തിലും അവൾ ഇങ്ങനെയൊരു വാഗ്ദാനം നൽകി, ഡിസംബർ 8 ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും ഇവിടെ ഇടവകപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെടും. അത് കൃപയുടെ സമയമായിരിക്കും. പിയറിന ഗില്ലി ചോദിച്ചു, ദയവായി എനിക്ക് വിശദീകരിക്കൂ, കൃപയുടെ മണിക്കൂർ എന്താണ് അർത്ഥമാക്കുന്നത്?
നമ്മുടെ മാതാവ് മറുപടി പറഞ്ഞു, കൃപയുടെ മണിക്കൂർ വലുതും ചെറുതുമായ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഇവിടെ അവൾ കുറച്ച് നിമിഷങ്ങൾ നിർത്തി വീണ്ടും തുടർന്നു. പൂർണ്ണമായും കഠിനപ്പെട്ട ഈ മാർബിൾ പോലെ തണുത്ത ആത്മാക്കൾ ദൈവകൃപയാൽ സ്പർശിക്കപ്പെടുകയും വീണ്ടും വിശ്വസ്തരും ദൈവസ്നേഹികളുമായി തീരുകയും ചെയ്യും. ഇത് മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. 1947 ഡിസംബർ 7 6-ാം ദർശനം. ഇത്തവണ പരിശുദ്ധ മാതാവ് വീണ്ടും ഇടവകപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ദർശകയുടെ ബഹുമാനപ്പെട്ട കുമ്പസാരക്കാരനും ഉണ്ടായിരുന്നു. റോസ മിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ മാതാവ് ഒരു വെളുത്ത മേലങ്കി ധരിച്ചിരുന്നു. വലതുവശത്ത് ഒരു ആൺകുട്ടിയും ഇടതുവശത്ത് പെൺകുട്ടിയും ഇത് വഹിച്ചു. ഇരുവരും വെള്ള വസ്ത്രം ധരിച്ചിരുന്നു. മനുഷ്യർക്ക് വളരെ കുറച്ച് മാത്രം അറിയാവുന്ന എൻ്റെ വിമല ഹൃദയം നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ഫാത്തിമയിൽ ഞാൻ എൻ്റെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണം പ്രചരിപ്പിച്ചു. ബോണേറ്റിൽ ഞാൻ ഈ ഭക്തി ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. യുദ്ധസമയത്ത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ബോണേറ്റ് ബെർഗാമോയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. തുടർന്നു, ഇവിടെ മോണ്ടിഷിയാരിയിൽ സഭാസ്ഥാപനങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും റോസ മിസ്റ്റിക്കയോടുള്ള ഭക്തിയും എൻ്റെ വിമല ഹൃദയത്തോടുള്ള വണക്കവും വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ആത്മാക്കൾക്ക് എൻ്റെ മാതൃഹൃദയത്തിൽ നിന്ന് കൂടുതൽ കൃപകൾ ലഭിക്കട്ടെ. പിന്നെ പരിശുദ്ധ മാതാവ് പിയറിനയോടൊരു രഹസ്യം പറഞ്ഞു. അത് വെളിപ്പെടുത്തേണ്ടി വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ പിയറിനെ അറിയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പിയറിനെ ചോദിച്ചു, നിങ്ങളുടെ കൂടെയുള്ള 2 കുട്ടികൾ ആരാണ്? ജസീന്തയും ഫ്രാൻസിസ്കോയും. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളിലും അവർ നിങ്ങളുടെ കൂട്ടാളികളായിരിക്കും. അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ നിങ്ങളെക്കാൾ വളരെ ചെറുപ്പമായിരുന്നിട്ടും. നോക്കൂ, ഈ കുട്ടികൾ ഉണ്ടായിരുന്നതുപോലെ നിങ്ങളും എളിമയുള്ളവരും നല്ലവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാതാവ് തൻ്റെ കൈകൾ സംരക്ഷണത്തോടെ നീട്ടി സ്വർഗത്തിലേക്ക് നോക്കി. സിയ ബെനഡിറ്റോയിൽ സെയ്യോർ, അതായത് കർത്താവിന് സ്തുതി എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നീട് അവൾ അപ്രത്യക്ഷയായി. 1947 ഡിസംബർ 8 നടന്ന 7-ാം ദർശനം. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ മഹത്തായ തിരുനാളിൽ എല്ലായിടത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. തിരക്കേറിയ ഇടവകപ്പള്ളിയിൽ പ്രവേശിക്കാൻ പിയറിന ഗിലിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റു ദർശനങ്ങൾ നടന്ന സ്ഥലത്ത് അവൾ മുട്ടുകുത്തി. ആളുകൾ ജപമാല ചൊല്ലുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, ഓ ലാ മഡോണ, നമ്മുടെ മാതാവ്. പെട്ടെന്നൊരു വലിയ നിശബ്ദത പരന്നു. പുരോഹിതനായ മോൺസിഞ്ഞോർ അബേറ്റ് ഫ്രാൻസിസ്കോ റോസി റിപ്പോർട്ട് ചെയ്തത് അവിടെ വളരെ നിശ്ചലമായിരുന്നു എന്നാണ്. ഒരു ഈച്ചയുടെ മൂളൽ പോലും കേൾക്കാൻ കഴിയുമായിരുന്നു. വെള്ളയും മഞ്ഞയും ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൊണ്ട് ഇരുവശത്തും അലങ്കരിച്ച ഒരു വലിയ വെളുത്ത പടിക്കെട്ടിൽ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. വളരെ മഹത്വത്തോടെ താഴേക്കിറങ്ങി അവൾ പറഞ്ഞു, ഞാൻ കൃപയുടെ മറിയമാണ്, അതായത് കൃപ നിറഞ്ഞവളാണ്, എൻ്റെ ദിവ്യപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ. കുറച്ചുകൂടി താഴേക്കിറങ്ങി അവൾ തുടർന്നു, ഞാൻ മോണ്ടിഷിയാരിയിലേക്ക് വരുന്നത് റോസ മിസ്റ്റിക്ക എന്ന പേരിൽ വണങ്ങപ്പെടാനും ആദരിക്കപ്പെടാനും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ വർഷവും ഡിസംബർ 8 ഉച്ചയ്ക്ക് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടേണ്ട സമയം ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ഒരാൾക്ക് നിരവധി ആത്മീയവും ശാരീരികവുമായ കൃപകൾ ലഭിക്കും. നല്ല മനുഷ്യർ സഹമനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നിടത്തോളം കാലം നമ്മുടെ കർത്താവായ എൻ്റെ ദിവ്യപുത്രനായ യേശു സമൃദ്ധമായി കരുണാമയനായിരിക്കും. എത്രയും വേഗം സഭയുടെ പരമോന്നത ഇടയനായ പോപ്പ് പിയൂസ് 12 ഈ കൃപയുടെ മണിക്കൂർ പരസ്യപ്പെടുത്തുകയും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമാണെന്നറിയട്ടെ. ഈ സമയത്ത് ആരെങ്കിലും പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് വീട്ടിൽ പ്രാർത്ഥിക്കണം. അവർക്ക് എന്നിൽ നിന്ന് കൃപകൾ ലഭിക്കും. ഈ ഇഷ്ടകകളിൽ പ്രാർത്ഥിക്കുകയും മാനസാന്തരത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുകയും ചെയ്യുന്നയാൾ സ്വർഗത്തിലേക്കുള്ള സുരക്ഷിതമായ ഒരു ഗോവണി കണ്ടെത്തുകയും എൻ്റെ മാതൃഹൃദയത്തിൽ നിന്ന് സംരക്ഷണവും കൃപകളും നേടുകയും ചെയ്യും. ഈ വാക്കുകളോടെ നമ്മുടെ സുന്ദരിയായ സ്ത്രീ പിയറിനിക്ക് തൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുന്ന ഈ ഹൃദയത്തെ നോക്കൂ. അവരിൽ ഭൂരിഭാഗവും അതിനെ ദുരുപയോഗങ്ങൾ കൊണ്ട് മൂടുന്നുണ്ടെങ്കിലും നല്ലവരും ദുഷ്ടന്മാരും പ്രാർത്ഥനയിൽ ഒന്നിക്കുമ്പോൾ അവർക്ക് ഈ ഹൃദയത്തിൽ നിന്ന് കരുണയും സമാധാനവും ലഭിക്കും. ഇപ്പോൾ എൻ്റെ മധ്യസ്ഥത നിമിത്തം കർത്താവ് നല്ലവരോട് കരുണ കാണിച്ചിരിക്കുന്നു.
ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ന്യായവിധിയെ വൈകിപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തുടർന്നു, വളരെ വേഗം ഈ കൃപയുടെ മണിക്കൂർ എത്ര പ്രധാനമാണെന്ന് ഒരാൾക്ക് മനസ്സിലാകും. പരിശുദ്ധയമ്മ അപ്രത്യക്ഷയാകുമെന്ന് ശ്രദ്ധിച്ച പ്രിയറിനെ പറഞ്ഞു, ഓ സുന്ദരി, പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമ്മേ, ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതൃരാജ്യമായ ഇറ്റലിയെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിനെയും പുരോഹിതന്മാരെയും സന്യാസിനിമാരെയും സന്യാസികളെയും കന്യാസ്ത്രീകളെയും പാപികളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ നാഥ മറുപടി പറഞ്ഞു, എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഹൃദയത്തിലെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി എൻ്റെ പക്കൽ ധാരാളം കൃപകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വാക്കുകളോടെ ദർശനം അവസാനിച്ചു. ഈ ദർശനത്തിനിടയിൽ നമ്മുടെ നാഥ പിയറിനോട് ഒരു രഹസ്യം വെളിപ്പെടുത്തുകയും അത് വെളിപ്പെടുത്തേണ്ട സമയം എപ്പോൾ വരുമെന്ന് വീണ്ടും വന്ന് അവളോട് പറയുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ പ്രത്യക്ഷീകരണങ്ങൾക്കിടെ അത്ഭുതകരമായ രോഗശാന്തികളും നടന്നു. മാതാപിതാക്കൾ 5-6 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പോളിയോ ബാധിച്ച് നിൽക്കാനോ നടക്കാനോ കഴിയുമായിരുന്നില്ല. മറ്റു മാതാപിതാക്കൾ 26 വയസ്സുള്ള അവരുടെ മകളെ കൊണ്ടുവന്നു. 12 വയസ്സുള്ളപ്പോൾ മുതൽ അവൾ കടുത്ത ക്ഷയരോഗത്തിൽ കഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ 9 വർഷമായി അവൾക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഒരേ നിമിഷം രണ്ടുപേരും പൂർണ്ണമായി സുഖം പ്രാപിച്ചു. കഴിഞ്ഞ 9 വർഷമായി ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതിരുന്ന പെൺകുട്ടി ഇപ്പോൾ പൂർണ്ണ ശബ്ദത്തിൽ ഒരു സ്തുതിഗീതം ആലപിച്ചു. അന്നു മുതൽ അവൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ പാടാനും സംസാരിക്കാനും കഴിഞ്ഞു. കുട്ടിയുടെ മാതാപിതാക്കൾ അവനെ കൈകളിലെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവന് നിൽക്കാനും നടക്കാനും കഴിയുന്നു. പിന്നീട് ഒരു ബാൽക്കണിയിൽ നിന്ന് പള്ളിയുടെ മുന്നിലുള്ള വലിയ സ്ക്വയറിലെ സന്തോഷിക്കുന്ന ജനക്കൂട്ടത്തിന് മുമ്പിൽ അവനെ പരസ്യമായി കാണിച്ചു. കുട്ടി ചാടുന്നത് കണ്ടപ്പോൾ ജനക്കൂട്ടം മുഴുവൻ ഇളകി മറിഞ്ഞു. അവൻ പ്രഖ്യാപിച്ചു, ഞാൻ പള്ളിയിൽ നമ്മുടെ മാതാവിനെ കണ്ടു. അവൾ എന്നെ നോക്കി ദയോടെ പുഞ്ചിരിച്ചു. ആൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതനായി. പെൺകുട്ടി വിശ്വാസപരമായ ക്രമങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ മാത്രം ജീവിക്കുന്ന ഒരു ദൈവഭക്തയായ കന്യാസ്ത്രീയായി. മൂന്നാമത്തെ അത്ഭുതം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയത്താണ് സംഭവിച്ചത്. മോണ്ടിഷ്യാരിയിലെ പള്ളിയിലല്ല, മറിച്ച് പട്ടണത്തിലെ ഒരു സ്വകാര്യ ഭവനത്തിലാണ്. കുട്ടിക്കാലം മുതൽ അവൾ സാധാരണ നിലയിലായിരുന്നില്ല, പക്ഷേ പൂർണ്ണമായും മാനസികമായ അസ്വസ്ഥയുമായിരുന്നില്ല. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും മോശമായ കാര്യം അവളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ അവൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു എന്നതാണ്. അവളുടെ പിതാവ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനായി കത്തീഡ്രലിലേക്ക് പോയപ്പോൾ അവളുടെ സഹോദര ഭാര്യ വീട്ടിൽ അവളോടൊപ്പം താമസിക്കേണ്ടി വന്നു. പ്രത്യക്ഷീകരണ സമയത്ത് അവളുടെ സഹോദര ഭാര്യ പരിശുദ്ധ ജപമാല ചൊല്ലി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, മോണ്ടിഷ്യാരി പള്ളിയിൽ നീ യഥാർത്ഥത്തിൽ സന്നിഹിതയാണെങ്കിൽ ദയവായി ഈ പാവപ്പെട്ട രോഗിയായ പെൺകുട്ടിയെ സുഖപ്പെടുത്തണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അതേ നിമിഷം രോഗി പൂർണ്ണമായി സുഖം പ്രാപിച്ചു. അവൾ തൻ്റെ സഹോദര ഭാര്യയോടൊപ്പം അവസാനം വരെ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് പിതാവ് വീട്ടിലേക്ക് വന്നപ്പോൾ തൻ്റെ മകൾ സുഖം പ്രാപിച്ചത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ അത്ഭുതം പ്രത്യേകിച്ചും ഒരു സംവേദന സൃഷ്ടിച്ചു. പിന്നീട് നിരവധി ഡോക്ടർമാർ ഇതിനെ പ്രധാനപ്പെട്ട ഒന്നായി പ്രഖ്യാപിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടി മരിച്ചു. പക്ഷേ അവളുടെ സഹോദരന്മാരിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുവാൻ അവന് കഴിയും. റോസ മിസ്റ്റിക്കയും സഭയും പോപ്പുമാരും എന്ന നിലയിൽ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് മേരി ദ മിസ്റ്റിക്കൽ റോസ്, മരിയ റോസ മിസ്റ്റിക്ക എന്ന പുസ്തകത്തിൽ ഫാദർ M.M. വീഗൽ ഇങ്ങനെ എഴുതുന്നു. പ്രത്യക്ഷപ്പെടലുകളുടെ കൂടുതൽ കഥയ്ക്കായി നിങ്ങളെ റോസ മിസ്റ്റിക്കയുടെ ഡയറക്ടറിയിലേക്ക് റെഫർ ചെയ്യുന്നു. ഇത് പ്രാദേശിക ബിഷപ്പിൻ്റെ അംഗീകാരമുള്ളതും വെനറബിൾ പയസ് 12 മാർപ്പാപ്പ അംഗീകരിച്ചതുമാണ്. പ്രത്യക്ഷീകരണങ്ങളുടെ അമാനുഷിക സ്വഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ബിഷപ്പിൻ്റെ അംഗീകാരം നിലനിൽക്കാൻ അനുവദിച്ചിട്ടുണ്ട്. 1951 ഓഗസ്റ്റ് 9 കാസ്റ്റൽ ഗാൻഡോൾഫോയിലെ മോണ്ടിഷ്യാരിയിലെ ദർശകയായ പിയറിന ഗില്ലിക്ക് ഒരു സ്വകാര്യ സദസ്സ് അനുവദിച്ചു. അവൾ ഒരു സുഹൃത്തിനോടും സദസ്സിനെ ക്രമീകരിച്ചൊരു പുരുഷനോടുമൊപ്പം എത്തിയിരുന്നു. മീറ്റിങ്ങിൻ്റെ അവസാനം പോണ്ടിഫ് മുട്ടുകുത്തിയ ദർശകയുടെ നേരെ കുനിഞ്ഞ് തനിക്ക് പോപ്പുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. ദയവായി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ. 1941 ജൂലൈ 13 ഇറ്റലിയിലെ മോണ്ടിഷ്യാരിയിലാണ് മാതാവ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാ വർഷവും ജൂലൈ 13-ാം തീയതി റോസ മിസ്റ്റിക്കയുടെ ഞാൻ ക്രിസ്തുവിൻ്റെ നിഗൂഢ ശരീരത്തിൻ്റെ അമ്മയാണ്, സഭയുടെ അമ്മ. ഈ ബഹുമാനാർത്ഥം ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
പരിശുദ്ധ കന്യക പിയറിനിക്കൊരു മെഡൽ കാണിച്ചു. അതിൽ മുൻവശത്ത് അവളുടെ ചിത്രവും സ്ഥാനപ്പേരും റോസ മിസ്റ്റിക്ക എന്നും പിന്നിലൊരു താഴികക്കുടവും മറിയം സഭയുടെ അമ്മ എന്ന ലിഖിതമുള്ള ഒരു പള്ളിയും ഉണ്ടായിരുന്നു. റോസ മിസ്റ്റിക്ക എന്ന പേര് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയയിൽ റോസ മിസ്റ്റിക്ക എന്ന തലക്കെട്ടിൽ പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥനയുണ്ട്. ജർമ്മനിയിലെ മരിയ റോസൻബർഗിൻ്റെ പള്ളിയിൽ റോസ മിസ്റ്റിക്ക എന്ന് വണങ്ങപ്പെടുന്ന ഒരു അത്ഭുത ചിത്രമുണ്ട്. 1138 പള്ളിരേഖകൾ ഈ ദീർഘകാല ഭക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നു. ആ ചിത്രത്തിന് കീഴിൽ വെള്ള, ചുവപ്പ്, സുവർണ റോസാപ്പൂക്കൾ വരച്ചിട്ടുമുണ്ട്. ചിത്രത്തിന് ചുറ്റും വലതുവശത്തും ഇടതുവശത്തും 13 സ്വർണ്ണ റോസാപ്പൂക്കൾ വരച്ചിട്ടുമുണ്ട്. ഇത് മോണ്ടിഷ്യാരിയിൽ ജൂലൈ 13 റോസ മിസ്റ്റിക്കയുടെ ബഹുമാനാർത്ഥം വണങ്ങപ്പെടണമെന്ന മാതാവിൻ്റെ പ്രകടമായ ആഗ്രഹത്തിൻ്റെ ഭാവി സൂചനയാണ്. സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലും ദൈവമാതാവിന് ഈ പദവി ഉപയോഗിക്കുന്നു. 1941 ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധയമ്മ വിലാപത്തിൻ്റെ വയലറ്റ് നിറം ധരിച്ചിരുന്നു. എല്ലാറ്റിനും ഉപരിയായി നിലത്ത് ധാരാളം കണ്ണുനീർ പൊഴിഞ്ഞു വീണിരുന്നു. എന്നിരുന്നാലും അവൾ മാറിൽ 3 വാളുകളുമായി പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നീ 3 വാക്കുകൾ അവൾ ഉച്ചരിച്ചു. വാളുകളുടെ അർത്ഥം പരിശുദ്ധയമ്മ വിശദീകരിച്ചത് പിന്നീടാണ്. റോസ മിസ്റ്റിക്ക് സ്വയം പ്രത്യക്ഷപ്പെടാനുള്ള പ്രാഥമിക കാരണം പുരോഹിതന്മാർക്കും സഭാഭവനങ്ങൾക്കും സമർപ്പിത അപ്പസ്തോലിറ്റുകളിലുള്ളവർക്കും നമ്മുടെ കർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെ ഹൃദയങ്ങളെ പ്രത്യേക സ്ഥാനം വഹിക്കുന്നവർക്കും വേണ്ടിയാണെന്നാണ് മോണ്ടിച്ചിയാരിയിലെ സ്ഥാപിത പ്രമേയം. എന്നിട്ടും അവരിൽ എത്ര പേർ ഈ ദുഃഖകരമായ വാളുകൾ അവരുടെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്? 1974 സ്ഥിതിവിവര കണക്കുകൾ എഴുത്തുകാരനായ വീഗൽ നൽകുന്നു. ഏകദേശം 10 വർഷത്തിനുള്ളിൽ കത്തോലിക്ക സഭയിൽ ഏകദേശം 30,000 പുരോഹിതന്മാർക്ക് അവരുടെ ദൈവവിളി നഷ്ടപ്പെട്ടു. ഇവരിൽ പകുതിയോളം പേർ മാത്രമേ സഭാപരമായ ദൈവികവൽക്കരണം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കി പകുതി പേർ അത് കാര്യമാക്കിയിട്ടില്ല. പ്രായോഗികമായി ഇതിനർത്ഥം ആയിരക്കണക്കിന് പുരോഹിതന്മാരും സഭാവിഭാഗങ്ങളിലെ അംഗങ്ങളും അവരുടെ ദൈവവിളി ഉപേക്ഷിക്കുക മാത്രമല്ല, വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അവർ സിവിൽ വിവാഹങ്ങൾ നടത്തി, പലരും വിവാഹമോചനം നേടി. ഈ പുരോഹിതന്മാർക്ക് പുറമെ വിവിധ സഭാവിഭാഗങ്ങളിലെ 4-5 ഇരട്ടി സഹോദരി സഹോദരന്മാരും അവരുടെ ദൈവവിളി ഉപേക്ഷിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് 1,00,000-ലധികം പുരോഹിതന്മാരെയും സന്യാസിമാരെയും ബാധിക്കുന്നു. എന്നാൽ ആവശ്യത്തിന് വിശ്വസ്തരായ കത്തോലിക്കർ അവശേഷിക്കുന്നതിനാൽ പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നിവയ്ക്കായി അഭ്യർത്ഥിച്ചുകൊണ്ട് ദുഃഖിതായ അമ്മ അവരുടെ അടുത്തേക്ക് തിരിയുന്നു. വീഗൽ വീണ്ടും പറയുന്നു, സഭയ്ക്കുള്ളിൽ വിധ്വംസക ശക്തികളുണ്ട്. പുരോഹിതന്മാരും സന്യാസിമാരും അവരിൽ ധാരാളമുണ്ട്. അവർ സഭയ്ക്ക് പുറത്തുള്ള ശത്രുക്കളെക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പോൾ 6 മാർപ്പാപ്പ അസ്വസ്ഥത ഉണർത്തുന്ന ഒരു പ്രസ്താവന നടത്തി. പല പുരോഹിതന്മാരും സന്യാസിമാരും സഭയ്ക്ക് യൂദാസ് ചുംബനം നൽകുന്നു. സാത്താൻ തന്നെ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സഭയുടെ സ്വയം നാശമെന്ന് അദ്ദേഹം വിളിച്ചതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സഭയ്ക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളുടെ പ്രയാസകരമായ സമയങ്ങളും അടിച്ചമർത്തലിൻ്റെയും പുറത്തുനിന്നുള്ള എതിർപ്പിൻ്റെയും കൊടുങ്കാറ്റുകളും ഉണ്ട്. എന്നാൽ ഇത്തവണ അമലോത്ഭവ മാതാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു, കൊടുങ്കാറ്റ് ഉള്ളിൽ നിന്ന് ആഞ്ഞടിക്കുമെന്ന്. സഭ കടുത്ത പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം അവൾ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയും അവസാന അഭയത്തിൻ്റെയും കരുണയുടെയും അമ്മയായ ദൈവത്തിൻ്റെ അമ്മയിലേക്ക് തിരിഞ്ഞു. നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധ മറിയത്തിലേക്ക് തിരിയുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ സഹായം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കാം. ഫാദർ വീഗൽ എഴുതുന്നത് പോലെ പൂർണ്ണമായും ജീവശാസ്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് പോലും അമ്മ ജീവിതത്തിൻ്റെ തൊട്ടിലാണ്. അവൾ ജീവിയെ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ജീവിതത്തെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അവൾ അതിനായി ഭയപ്പെടുന്നു, കരുതുന്നു, കഷ്ടപ്പെടുന്നു. ഒരു കുട്ടി രോഗിയായിരിക്കുമ്പോൾ സ്നേഹനിധിയായ അമ്മയേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനെക്കുറിച്ച് ആകുലപ്പെടുന്നത് ആരാണ്? ഇന്ന് ലോകം മുഴുവൻ സഭ, പ്രത്യേകിച്ച് പുരോഹിതന്മാരും സന്യാസികളും വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. ഇക്കാരണത്താൽ നമ്മുടെ കർത്താവ് തൻ്റെ അരുണ്ടമായ കാരുണ്യത്താൽ പ്രാർത്ഥനയിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നമ്മെ വിളിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ സഭ, പ്രത്യേകിച്ച് പുരോഹിതന്മാരും സന്യാസികളും തിരുഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എങ്കിലും നമ്മുടെ കർത്താവ് തൻ്റെ അനന്തമായ കാരുണ്യത്താൽ
പ്രാർത്ഥനയിലേക്കും പരിഹാരത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നമ്മെ വിളിക്കുന്നു. കാരണം ഇവയാണ് ഏറ്റവും ഫലപ്രദമായ മരുന്നുകൾ. സഭയുടെയും മനുഷ്യരാശിയുടെയും ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം തിന്മയും ദൈവനിന്ദയും നിറഞ്ഞ പൈശാചികത ജ്വലിക്കുന്ന ഈ അപകടകരമായ യുഗത്തിൽ സഹായിക്കാനും രക്ഷിക്കാനും കർത്താവ് തൻ്റെ അമ്മയെ അയക്കുന്നു. പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കുന്നതിന് വീണ്ടും ഒരു പ്രാഥമിക സ്ഥാനം നമ്മൾ നൽകണം. കാരണം പരിശുദ്ധ മറിയം നരകസർപ്പത്തിൻ്റെ തല ചവിട്ടി തകർക്കുന്നവളും ദൈവത്തിൻ്റെ എല്ലാ യുദ്ധങ്ങളിലും വിജയിയുമാണ്. ഈ ബഹുമാനം ഏറ്റവും ഗൗരവകരമായി ആവശ്യപ്പെടുന്നു. വീഗൽ പറയുന്നു, നിങ്ങൾ ബിഷപ്പുമാരെ, പുരോഹിതന്മാരെ, സഭാവിഭാഗങ്ങളിലെ അംഗങ്ങളെ സ്വകാര്യമായിട്ടല്ല, ഒരുമിച്ച് എല്ലാ പരസ്യങ്ങളോടും കൂടി പരിശുദ്ധ മറിയത്തെ പുതുതായി ബഹുമാനിക്കാൻ ആരംഭിക്കുക. വലിയ തോതിൽ, എല്ലാറ്റിനുമുപരിയായി പള്ളികളിലും സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും അത് ചെയ്യുക. ഇപ്പോൾ ആരംഭിക്കുക. യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ പിന്തുടരും. പരിഹാസികളാൽ നിരാശപ്പെടരുത്. ജനങ്ങളെ പരിശുദ്ധ അമ്മയുടെ ആരാധനാലയങ്ങളിലേക്ക് നയിക്കുക. അവർ അവളിലേക്ക് മാത്രമല്ല, അവളിലൂടെ എല്ലാറ്റിനുമുപരി കുമ്പസാരത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും കർത്താവിലേക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളും അഭ്യർത്ഥനകളും നമ്മുടെ കാലഘട്ടത്തിലെ സഭയുടെ ഏറ്റവും ആഴമേറിയ മുറിവുകൾക്കും ഏറ്റവും വലിയ ആവശ്യത്തിനും അനുയോജ്യമാണ്. സാത്താൻ ആഗ്രഹിച്ചത് ഞാൻ ഇടയനെ വെട്ടും, അപ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്നാണ്. മോണ്ടിഷിയാരിയിൽ സംഭവിക്കുന്ന മരിയൻ പ്രതിഭാസങ്ങളിൽ വിശ്വസിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും, എന്നാൽ എന്തായാലും സഭയുടെ ഇന്നത്തെ ഗുരുതരമായ അവസ്ഥയിൽ വിശ്വാസിയായ ഓരോ കത്തോലിക്കനും പരിശുദ്ധ മാതാവിലേക്ക് തിരികുകയും തനിക്ക് വേണ്ടിയും തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയും എല്ലാ ആളുകൾക്ക് വേണ്ടിയും സഹായവും സംരക്ഷണവും തേടുകയും ചെയ്യണം. മോണ്ടിഷിയാരിയെക്കുറിച്ച് സംശയമുള്ള ആർക്കും എവിടെയും പരിശുദ്ധ മാതാവിൻ്റെ സഹായം തേടാം. പക്ഷേ അയാൾക്ക് ഈ സഹായം തേടണം. ലാസ്ലൈറ്റ്, ലൂർദ്, ഫാത്തിമ എന്നിവർക്ക് സഭാപരമായ അംഗീകാരം ലഭിച്ചു. അവിടെയും മോണ്ടിഷിയാരിയിലും ആളുകൾ ജപമാല ചൊല്ലണമെന്ന് പരിശുദ്ധ മാതാവ് അടിയന്തരമായി ആവശ്യപ്പെട്ടു. പശ്ചാത്തപിക്കുക, പാവപ്പെട്ട പാപികൾക്കായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാനും തങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിക്കാനും ആളുകളുടെ അഭാവം മൂലം പലരും നരകത്തിലേക്ക് പോകുന്നു. ഫാദർ വീഗൽ പറയുന്നത് പോലെ എവിടെയും ദൈവമാതാവിൻ്റെ സഹായം കണ്ടെത്താൻ കഴിയും. പക്ഷേ സഭ അംഗീകരിച്ചിട്ടുള്ളതും ശാരീരികവും ആത്മീയവുമായി നിരവധി രോഗങ്ങൾ സുഖപ്പെടുത്തിയതുമായ നമ്മുടെ മാതാവിൻ്റെ നിരവധി ആരാധനാലയങ്ങൾ ഇത് പ്രത്യേകിച്ച് ലഭ്യമാണ്. എന്നാൽ മോണ്ടിഷിയാരിക്ക് പ്രത്യേകമായി എന്തെങ്കിലും പറയാനില്ലേ? പ്രത്യേകിച്ച് 1975 വിശുദ്ധ വർഷത്തിന്. ഇതെല്ലാ കത്തോലിക്കർക്കും മുഴുവൻ സഭയ്ക്കും മഹത്തായ ഒരു ആഹ്വാനമാണ്. മോണ്ടിഷിയാരിയിൽ നമ്മുടെ മാതാവ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ ഇവയാണ്. മാസത്തിലെ എല്ലാ 13-ാം തീയതിയും ഒരു പ്രത്യേക മരിയൻ ദിനമായി ആചരിക്കണം. അതിനു മുമ്പുള്ള 12 ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ ചൊല്ലണം. ജൂലൈ 13 റോസ മിസ്റ്റിക്കയുടെ ബഹുമാനാർത്ഥം ആഘോഷിക്കണം. എല്ലാ വർഷവും ഡിസംബർ 8 ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് ലോകത്തിനായുള്ള പാപമോചനത്തിൻ്റെ സമയം ആചരിക്കണം. ആർക്കെങ്കിലും ആ സമയം പള്ളി സന്ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അതേ കൃപ അവന് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കും. എല്ലാ വർഷവും ഒക്ടോബർ 13 ലോക പരിഹാര കൂട്ടായ്മ ആചരിക്കണം. വസന്തകാലത്തേക്കുള്ള പരിഹാര ഘോഷയാത്ര, ഇതോടൊപ്പം പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നിവയുണ്ടായിരിക്കണം. നമ്മുടെ മാതാവിൻ്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ യുവാക്കൾ ആകർഷിക്കപ്പെടും. പുരോഹിതന്മാരിലും സന്യാസികളിലും വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിക്കും. ദൈവവിളികളുടെ നഷ്ടവും വഞ്ചനവും കുറയും. സഭാവിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് വിശുദ്ധിയുടെ വിളിയും അതിസമൃദ്ധമായ കൃപകളും. അവരുടെ വിശുദ്ധ സ്ഥാപകരുടെ യഥാർത്ഥ ആത്മാവിലേക്ക് അവർ മടങ്ങും. മഹാന്മാരും കഠിനരുമായ പാപികളുടെ, പ്രത്യേകിച്ച് വീണുപോയ പുരോഹിതന്മാരുടെയും സന്യാസിമാരുടെയും എണ്ണമറ്റ പരിവർത്തനങ്ങൾ. സ്വർഗത്തിലേക്കുള്ള ഉറപ്പായ ഒരു വഴികാട്ടി, മാതൃസംരക്ഷണം, എല്ലാവർക്കും കൃപകളുടെ സമൃദ്ധി. ഫോണ്ടനെല്ലിയിലെ വസന്തകാലത്ത് ശരീരത്തിനും ആത്മാവിനും പ്രത്യേക അത്ഭുത രോഗശാന്തി ശക്തി. രോഗികൾ ഈ വസന്തത്തിലേക്ക് വരണം, അവരോടൊപ്പം എൻ്റെ നിരവധി കുട്ടികളും, അമ്മ പറഞ്ഞു. ഫോണ്ടിനെല്ലിനെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു വിളക്കമാടമാക്കി ഞാൻ മാറ്റും. മോണ്ടിഷിയാരി ഒരു കുന്നായിരിക്കും. അതിൽ നിന്ന് നിഗൂഢമായ വെളിച്ചം ലോകമെമ്പാടും അതിൻ്റെ കിരണങ്ങൾ ചൊരിയും.
ഇത് തീർച്ചയായും സംഭവിക്കും. എന്നിൽ ഏറ്റവും വ്യക്തമായ അത്ഭുതം കുട്ടികൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയായിരിക്കും, നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക്. ഇതിനെ തുടർന്ന് പുനഃ ഏകീകരണം, മുഴുവൻ ലോകത്തിൻ്റെ സമാധാനം വരും. 2024 ജൂലൈ 24 റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിസ് ഔദ്യോഗികമായി അംഗീകരിക്കുകയും റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള പൊതുവണക്കം നടത്താമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആധുനിക കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലും റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രസക്തി അമ്മ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ: എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥന എന്ന ആയുധം എടുത്തു പ്രയോഗിക്കുവിൻ. ഈ ആയുധം വളരെ ശക്തിയേറിയതാണ്. മക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കണം. വളരെ കുറച്ചു പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. പ്രാർത്ഥന ഇന്നൊരു വായനയായി മാറിയിരിക്കുന്നു. പ്രാർത്ഥനാ പുസ്തകങ്ങളുടെ വാചാലമായ വെറും വായനയാണ് ഇന്നത്തെ പ്രാർത്ഥന. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളെ, പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്, വായിൽ നിന്നല്ല. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു. മക്കളെ, പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമായതിനാൽ എപ്പോഴൊക്കെ നിങ്ങൾ ദൈവവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം, ഇവ മൂന്നും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥന ഈ ലോകത്ത് തീർത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എൻ്റെ പുത്രൻ്റെ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ എൻ്റെ ശത്രു ശ്രമിക്കും. പ്രാർത്ഥനയുടെ ആവശ്യകത ഇന്ന് വളരെ കൂടുതലാണ്. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം. എന്നെ സ്നേഹിക്കുന്നവർക്കും തിരസ്കരിക്കുന്നവർക്കും സമാധാനം. എത്രയും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ മൗതിക റോസയാണ്. ഇപ്പോഴും എന്നെ നിന്ദിക്കുന്നവരുണ്ട്. അതിൽ വൈദികരും സമർപ്പിതരുമുണ്ട്. ഇവിടെ നിന്ന് വിദൂരസ്ഥരും സമീപസ്ഥരും എന്നെ നിന്ദിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന മക്കളുടെ ബന്ധുക്കളും സഹോദരങ്ങളും അതിലുണ്ട്. നിങ്ങൾ അവരെ സ്നേഹിക്കുക. അവരോട് വിദ്വേഷം കാത്തു സൂക്ഷിക്കരുത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനെ പ്രതി ഇനിയും സഹിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ മഹത്വീകരിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പാപവാഹകനായ പിശാച് നന്മയുടെ വാഹകയായ എൻ്റെ സന്ദേശങ്ങൾ മറച്ചു വയ്ക്കാൻ അവിശ്വാസികളായ ജനത്തോട് ശ്രമിക്കും. സൂക്ഷിച്ചുകൊള്ളുവിൻ. ശക്തിയേറിയ വലിയ തടിക്കഷ്ണമാണ് പ്രാർത്ഥന. അതുകൊണ്ട് സാത്താനെ അടിച്ചിടുക. മക്കളെ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയും ഉഗ്രസർപ്പവുമായുള്ള യുദ്ധം അതിൻ്റെ ഉച്ചകോടിയിലാണ്. ഞാൻ മൗതിക റോസയാണ്. എൻ്റെ മാറിടത്തിലെ 3 പുഷ്പങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവിൻ. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ മാറിടത്തിലെ 3 പൂക്കളായ പ്രാർത്ഥനയിലും പരിഹാരത്തിലും പ്രായശ്ചിത്തത്തിലുമായിരുന്നുകൊണ്ട് ലോകത്തിനു വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ഒക്ടോബർ മാസം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീന, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.